ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്താണെന്നറിയാവോ? വേറൊന്നുമല്ല കേട്ടോ. ഒരുപാട് വർഷം പഴയ ഒരു ക്യാരവാൻ്റെ അകത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് വർഷങ്ങൾ പഴയതെന്ന് പറഞ്ഞത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരുപാട് വർഷം പഴയ ഒരു ക്യാരവാനാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പുകളുണ്ടെന്നറിയാവോ? നല്ല അടിപൊളി സംഭവമാണ്. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പഴയ ക്യാരവാൻ. എന്ത് രസമാണെന്നറിയാമോ കാണാനായിട്ട്? കുറേ ജനലുകളും വാതിലുകളും ഒക്കെ ഉണ്ട്. ഇത് നോക്കിക്കോ, ഇത് ക്യാരവാൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇതിനകത്ത് നോക്കിക്കോ, ഇവരുടെ അടുപ്പുണ്ട്. അടുപ്പിൽ ചാരവും കൊണ്ട് നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചില വാതിലുകളൊന്നും ശരിക്കും അങ്ങോട്ട് തുറക്കത്തില്ല, എന്നാലും നമുക്ക് ഒരുവിധമൊക്കെ തുറന്ന് നമുക്കതിൻ്റെ എന്താ പറയുന്നത് പ്രവർത്തനങ്ങളൊക്കെ കാണാൻ പറ്റും. നോക്കിക്കേ, തേപ്പൂട്ടിയുണ്ട്. ഇത് അടുപ്പാണ് കേട്ടോ ഈ കാണുന്നത്. പഴയ ആ ഒരു അടുപ്പാണ്. പിന്നെ ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് തണുത്ത് പോവാതെ വയ്ക്കുന്ന പാത്രം. അങ്ങനെ നോക്കിക്കേ, വലിയൊരു സോഫയും മേശയും കുറേ കസേരകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ ഈ ചെറിയ പേപ്പർ കട്ടിങ്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാരവാനെക്കുറിച്ചുള്ള ന്യൂസ് തന്നെയാണ് കേട്ടോ. പണ്ട് കാലത്തെ ആ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല തടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താ പറയുന്നത് കസേരയും മേശയും അലമാരയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് കാണും. പിന്നെ ഇതിൻ്റെ എല്ലാ വശത്തും നല്ല ഭംഗിയായിട്ടുള്ള ജനലുകളുണ്ട്, നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്നത്. ഇതാണ് കേട്ടോ ഈ ക്യാരവാൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അടച്ചു വെച്ച് അതിങ്ങനെ ഒരു സെക്ഷനായിട്ട്, ഇതിൻ്റെ കൂടെ ഇനി ഒരു സെക്ഷനും കൂടെ ഉണ്ട്. ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തോട്ട് കയറിയപ്പോഴത്തേക്കും മഴ പെയ്യും. എന്ത് ചെയ്യാൻ പറ്റും, കാലാവസ്ഥ. ഈ ഒരെണ്ണത്തിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പുകളൊക്കെയാണ്. അതായത് ഒരു ബെഡ്റൂമും പിന്നെ ഒരു കിച്ചണുമാണ് കേട്ടോ ഈ 2ാം സെക്ഷൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് അലമാരയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ശരിക്കും ഒരു കൊച്ചു റൂം പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട്. കുറേ ജനലുകൾ, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കുറേ ജനലുകളൊക്കെ ആയിട്ട്. നോക്കി ഈ ഒരു അടുക്കളയൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയോ? എന്തൊരു കുഞ്ഞൊരു അടുക്കളയാണെന്ന് നോക്കിക്കേ. അവിടെയും കുറേ അലമാരകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്താ പറയുന്നത് നല്ല സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം കണ്ടുവരുമ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയോ സാധനങ്ങൾ മിസ്സിങ് ആണല്ലോ എന്ന് തോന്നും. അതൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. എല്ലാം സർപ്രൈസാണ്. എന്ത് തന്നെയായാലും നല്ല എന്നാ പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ഈ പഴയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ. എത്ര ഭംഗിയായിട്ടാണ് അവർ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ മിസ്സിങ് ആയിട്ട് തോന്നിയത് ഒരു ബാത്റൂം ആയിരുന്നു. ആ ബാത്റൂം ഇതിനകത്തുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് വളരെ സർപ്രൈസായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലുണ്ട് കേട്ടോ. നോക്കിക്കേ, കണ്ടോ? ഇതിപ്പോൾ ഇവിടുത്തെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് വേറൊരു ആവശ്യത്തിനായിട്ട് കാണുന്നത്. എന്ത് തന്നെയായാലും എല്ലാ സാധനങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള ക്യാരവാൻ്റെ 2 വശമാണ്. ഇതെന്താണെന്ന് മാത്രം മനസ്സിലായില്ല. എന്തായാലും ഓക്കെ, ബൈ.